1999 കാണ്ഡഹാറിൽ ഇന്ത്യൻ എയർലൈൻസ് IC-814 വിമാനം റാഞ്ചിയതിന്റെ മുഖ്യ സൂത്രധാരനായിരുന്ന വ്യക്തി. 2016 പത്താൻകോട്ട് ഭീകരാക്രമണത്തിലും 2001 പാർലമെന്റ് ആക്രമണത്തിലും പങ്കുണ്ടായിരുന്ന മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് അബ്ദുൾ റൌഫ് അസർ. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിലെ ഒരു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനും നേതാവുമായ മസൂദ് അസറിന്റെ സഹോദരൻ. ഇന്ത്യൻ സായുധ സേന നടത്തിയ കൃത്യതയുള്ള ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷണൽ തലവൻ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. IC-814 വിമാനം റാഞ്ചിയ സമയത്ത് 190 യാത്രക്കാരുമായി കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന വിമാനം കാണ്ഡഹാറിലേക്ക് തിരിച്ചുവിട്ടു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി മസൂദ് അസർ ഉൾപ്പെടെ 3 തീവ്രവാദികളെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ നിർബന്ധിതരായി. അന്ന് ഇന്ത്യ മോചിപ്പിച്ച തീവ്രവാദികളിൽ ഒന്ന് ഒമർ സയ്യിദ് ഷെയ്ഖ് ആയിരുന്നു. 2002 വാൾസ്ട്രീറ്റ് ജേർണൽ പത്രപ്രവർത്തകനായ ഡാനിയൽ പേളിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ തീവ്രവാദിയാണ് ഒമർ സയ്യിദ് ഷെയ്ഖ്. അതായത് ഡാനിയൽ പേളിന്റെ മരണത്തിനും അസറിന് പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെയും ഇന്നത്തെയും പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ അമേരിക്കൻ ജൂത പത്രപ്രവർത്തകന് നീതി നേടിക്കൊടുത്തു.